നമസ്കാരം. ലിതേഷ് പരമേശ്വരനാണ്. ഇന്ന് നമ്മൾ കൂടോത്രം, മന്ത്രവാദം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇടയായിട്ട് ഒരുപാട് വീഡിയോസ് ഒരുപാട് ആചാര്യന്മാർ ഇറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടോത്രത്തെക്കുറിച്ച്, മന്ത്രവാദത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്യാർത്ഥങ്ങളെടുത്ത് അതായത് ഇപ്പോൾ ഈ ഷഡ്കർമ്മം പോലത്തെ കാര്യങ്ങൾ, സ്തംഭനം, മാരണം. സ്തംഭനം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക. അതായത് നമ്മൾ പൊതുവെയുള്ള വാക്യാർത്ഥമാണ്. സ്തംഭനം എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിവരണങ്ങൾ പോകുന്നത്. പിന്നീട് കുറേ അനുഭവ കഥകളാണുള്ളത്. അനുഭവ കഥകൾ, ഈ കഥകൾ കേട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതിനെക്കാട്ടും അപ്പുറം ഇത് ഒരു ശാസ്ത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള പ്രയോഗ രീതികളാണ്. ഇപ്പോൾ മന്ത്രവാദമായാലും കൂടോത്രമായാലും ഇപ്പോൾ ദുർമന്ത്രവാദം എന്നൊക്കെ വിളിക്കുക. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. ഈ ദുർമന്ത്രവാദം, മന്ത്രവാദം എന്നുള്ളൊരു വിഷയം, ആ ഒരു സൽമന്ത്രവാദം, ദുർമന്ത്രവാദം എന്നിങ്ങനെ രണ്ട് പേരിട്ട് വിളിക്കുന്നത് ഈ ഇടക്കാലത്തൊക്കെ പിൽക്കാലത്ത് കയറി വന്നൊരു പ്രയോഗമാണ്. സത്യത്തിൽ മന്ത്രവാദമാണുള്ളത്. മന്ത്രവാദമേ ഉള്ളൂ. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിയകളിലും അതിപ്പോൾ സല്ലെന്നും ദുർരെന്നും നമ്മളൊരു പേരിട്ട് വിളിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയാം. സത്യത്തിൽ മന്ത്രവാദം എന്ന് പറഞ്ഞുള്ള ഒരു പ്രയോഗമാണുള്ളത്. അതായത് നമ്മൾ മന്ത്രത്തെ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പ്രയോഗങ്ങളും മന്ത്രവാദങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയാം, നമ്മൾ ഏറ്റവും ഉത്തമമായിട്ട് കരുതുന്ന ഒരു ഗണപതി ഹോമം എന്ന് പറയുന്നതും ഒരു മന്ത്രവാദം തന്നെയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് അനുഭവ കഥകളാണ് നമുക്ക് കേൾക്കാനുള്ളത്. ഈ വീഡിയോസിലെല്ലാം അനുഭവ കഥകളാണ് അവർ പറയുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം ഒരിക്കലും വേറൊരാൾക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ കൃത്യമായി തപസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ആഭിചാരാദി വിഷയങ്ങൾ നമുക്ക് കേൾക്കുകയുമില്ല. പക്ഷെ തപസ് കൃത്യമായിരിക്കണം എന്നുള്ളേ ഉള്ളൂ. തപസ് ചെയ്യുക എന്നതിനർത്ഥം മന്ത്രം ജപിക്കുക എന്നല്ല. ഒരു മന്ത്രസങ്കേതത്തെ നമ്മളെടുത്ത് ഉപാസിക്കുമ്പോൾ അതിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ക്രമങ്ങളുണ്ട്. അത് കേവലം ഇപ്പം നമ്മൾ ഒരുപാട് താന്ത്രികന്മാർ ഇപ്പം നമുക്ക് പ്രാബല്യത്തിലുണ്ട്, തന്ത്രം പഠിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സാധാരണ ഒരു മന്ത്രോപാസന ചെയ്യുമ്പോൾ അതിൻ്റെ ഋഷി, ഛന്ദസ്, ദേവതാന്യാസം, പിന്നെ അംഗന്യാസം, കരന്യാസം, മന്ത്രന്യാസം, അതിൻ്റെ സന്ധ്യ, ഇങ്ങനെയൊക്കെയുള്ളതല്ലാതെ ഈ മന്ത്രത്തിൽ ഒരുപാട് ഗുപ്തമായി കിടക്കുന്ന പ്രയോഗ രീതികൾ, ഉപാസനാ രീതികളുണ്ട്. അപ്പോൾ ഒരു ഉപാസന പൂർണ്ണമാകുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കേവലം മന്ത്രം ജപിക്കുകയും ആ ദേവതയുടെ പൂജ ചെയ്യുകയും മാത്രമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പരിപൂർണമായ ഒരു ഉപാസന പദ്ധതിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മന്ത്രവാദം ഏൽക്കുകയില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ പ്രയോഗിച്ചത് ഏൽക്കുകയില്ല. അപ്പോൾ പൊതുവെ നമുക്കൊരു സംശയം വരാം. ഇപ്പോൾ ഞാൻ ഉപാസിക്കുന്ന ദേവതയെക്കാട്ടും ശക്തി കൂടിയ ഒരു ദേവതയാണ് മറ്റേയാൾ പ്രയോഗിക്കുന്നതെങ്കിൽ എനിക്കിത് പറ്റില്ലേ? ഇതെല്ലാം മഹാവിഡ്ഢിത്തരങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ഇതും ഞാൻ കേട്ടിട്ടുണ്ട്. ദശമഹാവിദ്യ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ദശമഹാവിദ്യ. ഈ ദശമഹാവിദ്യകളെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് ദേവി. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സ്ത്രീകളെ ബഹുമാനിച്ച് സ്ത്രീകളെ ആരാധിക്കുന്ന ഒരു ക്രമമാണ് ശാക്ത പദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ പറഞ്ഞിട്ടുള്ള വീഡിയോസുകളിൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസുകളിലൊക്കെ അവർ പറയുന്നത്, സ്ത്രീ കോപിച്ചിരിക്കുമ്പോൾ, ഭഗവതി കോപിച്ചിരിക്കുമ്പോൾ കാളിയാണ്, വയസ്സിയായിട്ടിരിക്കുമ്പോൾ ധൂമാവതിയാണ്, ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ ബാലയാണ്. ഇത് ഒരു മനുഷ്യന്റെ തലത്തിലേക്ക് എടുത്ത് കാണുന്നതാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദശമഹാവിദ്യകൾക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗണപതി മന്ത്രങ്ങളുണ്ട്. ദശമഹാവിദ്യയുടെ സ്പന്ദനം തന്നെ നൽകുന്ന ഗണപതി മന്ത്രങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ദശമഹാവിദ്യയിൽ ബഗളാമുഖി എന്ന് പറയുന്ന ഒരു ദേവിയുണ്ട്. നമ്മൾ സ്തംഭനം പോലത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രയോഗിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ദേവിയാണ്. ബ്രഹ്മാസ്ത്ര സ്തംഭിനി എന്നൊരു പേരും കൂടി ഉണ്ട് ദേവിക്ക്. ഈ ബഗളാമുഖി, അതായത് ബ്രഹ്മാസ്ത്രത്തെ പോലും സ്തംഭിപ്പിക്കാൻ കഴിവുള്ള ദേവതയാണ് എന്നാണ് പറയുന്നത് ഈ ബഗളാമുഖിയെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ബഗളാമുഖിക്ക് തന്നെ ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ഒരു ഗണപതി മന്ത്രം, അതേ വൈബ്രേഷനും അതേ എഫക്റ്റും അതേ ആത്മീയ ഉന്നതിയും കൊടുക്കുന്ന മന്ത്രമാണ് ഹരിദ്രാ ഗണപതി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദക്ഷിണകാളിക്ക് സമാനമായിട്ടുള്ള ഗാണപത്യ തന്ത്രത്തിൽ ഗണപതി മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഗാണപത്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് സ്ത്രീയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ സ്ത്രീ കോപിച്ചാൽ കാളിയും, വൃദ്ധയായാൽ ഇത് പറയാം ധൂമ്രാക്ഷ ഗണപതി എന്ന് പറയുന്ന ധൂമാവതിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗണപതി. അവിടെ ഗണപതിക്ക് വൃദ്ധ സ്വഭാവമില്ല. പക്ഷേ ധൂമാവതിയിലേക്ക് വരുമ്പോൾ അവിടെ വൃദ്ധയായിട്ടുള്ള ദേവിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്ത്രീ വയസ്സായി കഴിഞ്ഞാൽ ധൂമാവതിയാണ് എന്ന് പറയുന്നതുമായിട്ട് നമുക്കത് എങ്ങനെ മാച്ച് ചെയ്യുമെന്നുള്ള മനസ്സിലാക്കാം. സത്യത്തിൽ ഇതൊരു മനുഷ്യനല്ല, ഇതൊരു സ്പന്ദനമാണ്, ഇതൊരു മന്ത്രസ്പന്ദനമാണ്. നമുക്ക് ഓരോ അവസ്ഥകൾ കാണുന്നത് പോലെ രൂപത്തെ ധ്യാനിക്കാൻ കൊടുത്തതിനകത്ത് നമ്മുടെ മാനസിക തലത്തിൽ ആ രൂപം കാണുമ്പോൾ ഉണ്ടാക്കാവുന്ന ഒരുപാട് ചേഞ്ചസ്
എന്താ പറയുക, ഒരു രൂപം നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു കൊട്ട നിറച്ചും ശർക്കര വെച്ചത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലല്ല ഒരു കൊട്ട നിറച്ചും മുളക് വെക്കുമ്പോൾ കാണുന്നത് ഉണ്ടാവുക. നമുക്ക് രണ്ടും രണ്ട് തരത്തിലുള്ള ഒരു അനുഭവമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ദേവതകൾക്കെല്ലാം രൂപം കൽപ്പിച്ചിട്ടുള്ളത്. അതൊരു വലിയ സബ്ജക്റ്റാണ്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടും നല്ലത് ശാസ്ത്രത്തിൽ ഇതിന് എന്ത് പ്രതിപാദിച്ചിട്ടുണ്ടെന്നുള്ളത് കൃത്യമായി പറയുക. ഇപ്പം ദശമഹാവിദ്യയുടെ കാര്യത്തിലുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ ഊർധ്വാംനായ പദ്ധതിയിൽ ശ്രീചക്രോപാസനയല്ല, മിക്ക താന്ത്രികോപാസനയിലും ആംനായ പദ്ധതികളിൽ ഈ ശാംഭവാക്യ ഊർധ്വാംനായ പദ്ധതിക്കകത്ത് മഹാഷോഡന്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് പുരുഷം വാ സ്മരേദേവിം സ്ത്രീരൂപം വാ വിചിന്തയേൽ അഥവാ നിഷ്ഫലം ധ്യായേത് സച്ചിദാനന്ദ വിഗ്രഹം എന്നാ പറയുന്നത്. പുരുഷനായിട്ട് ദേവിയെ കാണാം, സ്ത്രീയായിട്ട് നിങ്ങൾക്ക് ദേവിയെ കാണാം, അഥവാ നിഷ്ഫലം ധ്യായത്. ഇനി നിങ്ങൾ ഒരു രൂപം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഒന്നും കാണാതെ മന്ത്രം ജപിച്ചാലും ഭക്തി ഇല്ലാണ്ട് മന്ത്രം ജപിച്ചാലും മന്ത്രസ്പന്ദനങ്ങൾ വർക്ക് ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കി. ഇത് എൻ്റെ അഭിപ്രായമോ എൻ്റെ അനുഭവ സമ്പത്തിലുണ്ടായ കഥയോ അല്ല. ശാസ്ത്രം അനുശാസിക്കുന്ന ഋഷീശ്വരന്മാർ ഋഷിപ്രോക്തമായി എഴുതി വെച്ചിട്ടുള്ള പ്രമാണം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ അനുഭവ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവമായിരിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു മന്ത്രോപാസന ചെയ്യുമ്പോൾ ഗുരുവിനും ശിഷ്യനും പോലും രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക. അതായത് പരാഭാവക മന്ത്രം എന്നൊക്കെ പറയുന്ന ചില മന്ത്രങ്ങളുണ്ട്. ഊർധ്വാംനായ പദ്ധതിയിൽ വളരെ വിശിഷ്ടമായ ഗുരുപാതുകയുമായിട്ട് ബന്ധപ്പെട്ട്, ഗുരു ഉപാസനയുമായിട്ട്, തത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മന്ത്ര. അതിനകത്ത് പറയുന്നുണ്ട് സർവഗുരു സ്വയം ഗുരു എന്നാ പറയുന്നത്. നിങ്ങളെല്ലാം ഗുരു തത്വത്തിലേക്ക് വരും, നിങ്ങളുടെ ഉള്ളിലുള്ള ഗുരു തന്നെയാണ് നിങ്ങളെ നയിക്കുന്നത് എന്നാണ് ആ മന്ത്രം പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അനുഭവമാണ് നമ്മുടെ ഗുരു. ആ ഗുരുവിലേക്ക് എത്തിക്കാനാണ് ബാഹ്യമായ ഒരു ഗുരു വരുന്നത്. ആ ബാഹ്യമായിട്ടുള്ള ഗുരുവിനുണ്ടാകുന്ന അനുഭവമല്ല ഒരിക്കലും ശിഷ്യന് പോലും ഉണ്ടാവുക. പക്ഷെ ഗുരുവുമായിട്ട് നമ്മളത് സംവദിക്കും. അത് ഒരു വളരെ ഡെപ്തിലുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ അനുഭവ കഥകൾ, പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു ഭയങ്കര അനുഭവ കഥ പറയാം, ഞാൻ ഇങ്ങനെ കൈ കാണിച്ചപ്പോഴേക്കും അവിടെ തീ കത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇത് സത്യമാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എനിക്ക് എന്ത് കഥയും പറയാമല്ലോ, കഥയിൽ സത്യമില്ല. പക്ഷേ ഒരു പ്രമാണം എടുത്ത് പറയുമ്പോൾ ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ മന്ത്രവാദം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറയുന്ന സമയത്ത്, അതൊരു വ്യക്തിക്ക് ഇപ്പം ചില ആൾക്കാർക്ക് ഭയങ്കര ഉന്നതിയിലിരിക്കുന്നു, സാമ്പത്തികമായി വളരെ ഉന്നതിയിലിരിക്കുന്നു, അവർ പെട്ടെന്ന് നശിച്ചു പോവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രയോഗം ആദ്യം നമ്മൾ പോയി പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഇയാൾക്ക് ശത്രുബാധാ ദോഷമുണ്ട്. അപ്പോൾ ഉടനെ നമ്മൾ കൂടോത്രത്തിനുള്ള പരിഹാരം ചെയ്യും, ശത്രുദോഷത്തിനുള്ള പരിഹാരം ചെയ്യും. പക്ഷേ ഇയാൾക്ക് യാതൊരു മാറ്റവും. ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ദുരിതം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം കൂടോത്രം കൊണ്ട് തന്നെയാണോ, അതല്ല വേറെ വല്ല വിഷയങ്ങളുമാണോ എന്നുള്ളത് മനസ്സിലാക്കണം. അതെങ്ങനെയാണ് ആ ഒരു കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാം. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഒരു ജ്യോതിഷി അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ്റെ അടുത്തേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രശ്നം വെക്കുകയും ചെയ്യും. അപ്പോൾ പ്രശ്നം വെക്കുന്ന സമയത്ത് പൊതുവേ കോമൺ ആയിട്ട് കാണുന്ന 3-4 തരം കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1, സ്ത്രീശാപം. 2, ബാധാദോഷം, പ്രേത ദുരിതങ്ങൾ, ബാധാദോഷങ്ങൾ, ദുർമൃതി പ്രേത വിഷയങ്ങൾ, ഇങ്ങനെയെല്ലാം കാണും. 3 കാണുന്നത് ശത്രുദോഷമാണ്, ആഭിചാരം. 4 കാണുന്നത് എന്താണ്? 4 കാണുന്നത് നിങ്ങളുടെ കുലസംബന്ധമായിട്ട് ആരാധിച്ച ഒരു ദേവതാ വിഷയങ്ങൾ നശിച്ചുപോയി, അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം. ഇതിൽ ഈ 4 പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ 3 കാര്യങ്ങളെയും ഈ 4ാമത്തെ വിഷയമുണ്ടെങ്കിൽ പ്രശ്നത്തിൽ അത് കാണിക്കും. അപ്പോൾ ഇത് പ്രശ്നം വെക്കുന്ന ആൾ ഈ പ്രശ്നം വെച്ചിട്ട് ഇപ്പോൾ ശത്രുദോഷം എന്ന് പറയുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു ശത്രുമുട്ട് ചെയ്യും. പിന്നീട് അവിടെ പോയിട്ട് നമ്മൾ സുദർശന ഹോമം, അഘോര ഹോമം, പിന്നെ എന്താ പറയുക, ശരഭഹോമം, ശൂലിനി ഹോമം, പ്രത്യങ്കിര ഹോമം, ഗഡ്ഗരാവണ ബലി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വലിയ വലിയ ക്രിയകൾ വരെ ചെയ്തിട്ട് പിന്നെയും പ്രശ്നം വയ്ക്കുമ്പോഴും ശത്രുദോഷം കാണും. അപ്പം എന്താ പറയുക, ശത്രു ഭയങ്കര പ്രബലനാണ്, ഭയങ്കര പ്രബലനായിട്ടുള്ള ശത്രുവാണ് നമുക്കിത് ചെയ്യുന്നത്. കേവലം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ശത്രുവിൻ്റെ മേൽ ഈ പ്രശ്നം ആരോപിക്കും. ഇപ്പം അടുത്ത വീട്ടിലുള്ള അയാളാണ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഒരു അകന്ന ബന്ധുവുണ്ട്, എൻ്റെ ഒരു ചെറിയമ്മയുണ്ട്, അവർക്ക് എന്നോട് തീരെ ഇഷ്ടമില്ല, അവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നീട് അത് നമ്മൾ ക്ഷേളഭുക്തി, കൈവശബാധ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പരിഹാരം ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 400-500 കോളുകൾ വരും. ഈ വിളിക്കുന്നതിൽ ഒരു 10-300ഓളം ആൾക്കാർക്ക് പറയാനുള്ളത് ഒരേ വിഷയമാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പരിഹാരം ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് യാതൊരുവിധ ഗുണവും കാണുന്നില്ല.
ഞങ്ങൾ അപ്പം ഇങ്ങനെ പരിഹാരം ചെയ്ത് പൈസ വെറുതെ പോവാന്നല്ലാണ്ട് ആൾക്കാർക്ക് റിസൾട്ട് ഇല്ല. കാരണം പൈസ കൊടുക്കാൻ ആൾക്കാർ റെഡിയാണ്. പക്ഷേ പരിഹാരം ചെയ്ത റിസൾട്ട് വേണം. അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് എന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ പറയുന്ന കാര്യം ഇതാ. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി. പക്ഷേ ഞങ്ങൾക്ക് റിസൾട്ട് ഇല്ല. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യുന്ന വ്യക്തികളുടെയോ പ്രശ്നം വച്ച് നമുക്ക് കാര്യം പറഞ്ഞു തന്ന ദൈവജ്ഞൻ്റെയോ വിഷയമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഈ പ്രശ്നത്തിൽ കാണുന്നത് തന്നെയാണ് അവർ പറയുന്നത്. അവർക്ക് നോക്കുമ്പോൾ ശത്രുബാധ കാണുന്നുണ്ട്, കൈവിഷം കാണുന്നുണ്ട്, പിന്നെ അതേപോലെ സ്ത്രീശാപം കാണുന്നുണ്ട്, പ്രേത ദുരിതങ്ങൾ കാണുന്നുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്. അവർ പറയുന്നതെല്ലാം സത്യമാണ്. അവിടെയാണ് വിഷയം. കാരണം അവരുടെ ഉപാസനാഫലം കൊണ്ട് അവർക്ക് കിട്ടുന്ന രാശിയിൽ കാണുന്ന കാര്യങ്ങൾ 100% ശരിയാണ്. പക്ഷേ ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നം. നമ്മൾ പരിഹാരം ചെയ്യുന്നത് പ്രശ്നത്തിനല്ലാണ്ട്. ഇപ്പം ഞാൻ പറയാം, ഒരാൾക്ക് പനി വന്നു, അയാൾക്ക് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് പനി വന്നിരിക്കുകയെന്ന് വിചാരിക്കുക. അയാൾക്ക് കീമോതെറാപ്പിയുടെ മരുന്നെടുത്ത് കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അയാൾക്ക് സാധാരണ ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ പനി മാറും. അപ്പോൾ ഇയാൾ മറ്റു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾക്ക് ഇത് മാറിയെന്നും വരില്ല. മനസ്സിലായില്ല? ഇയാൾക്ക് വേറെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയാൻ വരുന്നൊരു പോയിന്റ്. അതിലേക്ക് നമുക്ക് എത്താം. നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇപ്പം സ്ത്രീശാപം എന്ന് പറയുന്നൊരു വിഷയമുണ്ടെന്ന് വിചാരിക്കാം. ശാക്ത സമ്പ്രദായത്തിൽ ഉപാസന ചെയ്തത്, ശക്തി സംബന്ധമായിട്ട് ഉപാസന ചെയ്തിട്ടുള്ള ക്രമങ്ങളിൽ പ്രശ്നം വെച്ചാൽ അവിടെ ഈ പറഞ്ഞ പോലെ സ്ത്രീരാശിയും അതേപോലെ തന്നെ സ്ത്രീ ശാപാദി വിഷയങ്ങളും ഒക്കെ കാണും. കാരണം ആ കുലദേവത നശിച്ചു കിടക്കുകയാണ്. ഭഗവതി വിധാനത്തിൽ ശാക്ത സ്വരൂപത്തിൽ ആരാധിച്ച കുലദേവത നശിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോൾ പ്രശ്നം വെച്ചാലും നിങ്ങൾക്ക് സ്ത്രീശാപം കാണും. അത് കേവലം നമ്മൾ പൂർവ്വജന്മത്തിൽ ഈ സ്ത്രീശാപത്തിൻ്റെ വിഷയമായിട്ട് ഇപ്പം കോമൺ ആയിട്ട് പ്രാബല്യത്തിൽ ഇരിക്കുന്ന ഒരു കഥയുണ്ട്. ഒരു 10, 50, 60 തറവാടുകളുടെ കഥ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. സെയിം കഥയാണ്. അതായത് പൂർവികമായിട്ട് തറവാട്ടിൽ ഒരു കാർന്നോരുണ്ടായിരുന്നു. അയാൾ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി, എന്നിട്ട് അതിനെ ചവിട്ടിക്കൊന്നു, എന്നിട്ട് കിണറ്റിലിട്ടു, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു. ഇത് നമ്മുടെ മറ്റേ പഴയ ഒരു ആകാശഗംഗ സിനിമയൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് പറയുന്ന കഥയാണ്. എന്നിട്ട് നമ്മൾ സ്ത്രീശാപത്തിനുള്ള പരിഹാരം സുവാസിനി പൂജ തൊട്ടിട്ട് സ്ത്രീകൾക്ക് ഇതെല്ലാം ദാനം ചെയ്യുക, അവരുടെ കാല് കഴിച്ചൂട്ട് പോലത്തെ കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യും. പക്ഷേ യാതൊരു ഫലവുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഒരു സ്ത്രീയുടെ ശാപമല്ല, ഒരു സ്ത്രീ ശപിച്ചതിൻ്റെ ഫലമായിട്ട് വന്നതല്ല ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രശ്നത്തെ അനലൈസ് ചെയ്യുന്നിടത്തൊരു വിഷയമുണ്ട്. ഈ സ്ത്രീശാപം എന്ന് പറയുന്നത് പൂർവികമായി ആരാധിച്ച ശാക്ത സ്വരൂപത്തിലുള്ള ഭഗവതി വിധാനങ്ങൾ നശിച്ചു കിടക്കുകയാണെങ്കിൽ സ്ത്രീശാപം വരും. വർഷങ്ങളായിട്ട് നമ്മുടെ കുലദേവതാ വിഷയത്തിൽ ഈ കുലദേവതയിൽ തന്നെ ഉപദേവതകളായിട്ടുള്ള ശൈവഭൂത സ്വരൂപങ്ങളായിട്ടുള്ളവർ, അതുപോലെ തന്നെ ഈ കുക്ഷിശാസ്താവ് പോലത്തവർ, ഭൈരവൻ, ഗുളികൻ, ഇങ്ങനെയൊക്കെയുള്ള ഉപദേവതകൾ ഉണ്ടാവും, സർപ്പങ്ങൾ. ഇവരെല്ലാം ശത്രുസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ എപ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാലും, അതായത് ഈ കുലത്തിലുള്ള ഈ ദേവതാ വിഷയങ്ങൾക്ക് പൂജയും മറ്റു കാര്യങ്ങളും ഒന്നും കിട്ടാതെ ഇരിക്കെ ഇത് നമ്മളെപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയാലും നമുക്ക് ശത്രുദോഷം മാറുന്നതായിട്ട് കാണില്ല. കാരണം ഈ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കുലദേവതയിലെ ഉപദേവതാ മൂർത്തി സ്വരൂപങ്ങളായിട്ടുള്ള ദേവതകളാണ്. അവർ ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോൾ പ്രശ്നം വെച്ചാലും ശത്രുദോഷം കാണും. പിന്നെ മൂന്നാമത് പറയുന്നത് കൈവശം, സർപ്പസംബന്ധമായിട്ടുള്ള ദേവതാ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കാവുകൾ, സർപ്പക്കാവുകളിൽ ഈ കാവിലെ ഭൂതം എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഭൂതസങ്കല്പത്തിൽ കാവ് കാക്കുന്നവർ, അഞ്ജനമണിനാഗ സങ്കല്പം, കരിനാഗ സങ്കല്പം, ഇങ്ങനെ ഉപനാഗങ്ങളായിട്ടുള്ളവരുണ്ട്. അത് പ്രധാനമായിട്ടുള്ള നാഗവിധാനത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാഗരാജാവ്, നാഗയക്ഷി, സർപ്പരാജ്ഞി, സർപ്പരാജാവ്, സർപ്പയക്ഷി, ഇങ്ങനെയൊക്കെയുള്ളവരാണ് പ്രധാനമായിട്ട് വരിക. അനന്തൻ പ്രധാനമായിട്ട് വരുന്നവരുണ്ട് കാവുകളിൽ. വൈഷ്ണവമായിട്ട് ശൈവമായിട്ട് ശക്തമായിട്ടുള്ള ദേവതാവിധാനം, നാഗകാളി പോലത്തെ വിധാനങ്ങൾ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളടുത്ത് അത് പ്രധാന ദേവതകളാണ്. പ്രധാന ദേവതകളുടെ ഉപദേവതകൾ ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുമ്പോൾ സർപ്പക്കാവുകളുടെ വിഷയങ്ങളാണെങ്കിൽ കൈവശം എപ്പോൾ നോക്കിയാലും ക്ഷേളഭുക്തി ലക്ഷണം കാണും. അപ്പം നമ്മൾ ക്ഷേളഭുക്തിക്ക് പരിഹാരം ചെയ്യും, നമ്മൾ പോയി കൈവശം ഛർദ്ദിക്കും. ഇതൊക്കെ ചെയ്തിട്ടും ആൾക്കാർക്ക് മാറ്റമില്ല. കാരണം അവരുടെ പ്രശ്നം അവർക്ക് അകത്തേക്ക് കിട്ടിയിരിക്കുന്ന കൈവശമല്ല, പക്ഷേ പ്രശ്നത്തിൽ ഇത് കാണും. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലത്തെ ഈ ബാധാദുരിതം, പിതൃദോഷം, അതിന് നമ്മൾ വേർപാട് നടത്തിയ ആൾക്കാർ ഈ പ്രേതങ്ങളെ മുഴുവൻ ആവാഹിച്ചു കൊണ്ടുപോയി, പിതൃക്കളെ മുഴുവൻ ആവാഹിച്ചു കൊണ്ടുപോകുന്നു. വീണ്ടും പ്രശ്നം വെച്ച് നോക്കുമ്പോൾ വീണ്ടും പിതൃദോഷം. തിലഹോമം ചെയ്യുന്നു, രാമേശ്വരത്ത് പോയി തിലഹോമം ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു, പരിഹാരങ്ങൾ ചെയ്യുന്നു, പിതൃബലികളെല്ലാം നടത്തുന്നു. ഇതെല്ലാം ചെയ്തിട്ടും വീണ്ടും പിതൃദോഷം. കാരണം നമ്മുടെ കുലം എന്ന് പറയുന്നത് മാതൃകുലവും പിതൃകുലവും ചേർന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജാതീയതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മക്കത്തായം, മരുമക്കത്തായം സമ്പ്രദായത്തിലാണ് നമ്മൾ അച്ഛൻ്റെ കുലമാണ് ഞങ്ങൾ എടുക്കുക, അമ്മയുടെ കുലമാണ് ഞങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുക. സയൻറ്റിഫിക്കലിയും തന്ത്രശാസ്ത്ര പ്രകാരവും, തന്ത്രശാസ്ത്രം പറയുന്നത് പൂർവ്വജന്മം എന്ന് പറയുന്ന നിങ്ങളുടെ പിതൃക്കളും
പുനർജന്മം എന്ന് പറയുന്നത് സന്തതി പരമ്പരകളുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പൂർവ്വജന്മം ഇത് ജനറ്റിക്കലിയും കറക്റ്റാണ്. കാരണം നമ്മുടെ അച്ഛനും അമ്മയും ചേർന്നാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. അപ്പം നമ്മളുടെ പ്രാണൻ തന്നെയാണ് ആരിലുള്ളത്? നമ്മുടെ പൂർവികരിലുള്ളത്. അതേ പൂർവികരുടെ പ്രാണൻ പ്രതിഷ്ഠിച്ചതാണ് ഈ കുലദേവത. അപ്പം ആ പ്രാണസങ്കേതം പ്രേതാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ പിതൃദോഷം പ്രേതദോഷം എന്തായാലും കാണും. അപ്പം നമ്മളൊരു പ്രശ്നം വെച്ച് അതിനെ അനലൈസ് ചെയ്യുന്നിടത്താണ് പ്രശ്നം. ഇത് അനലൈസ് ചെയ്ത് കൃത്യമായി നമുക്ക് വന്നിരിക്കുന്നത് ഒരു ശത്രുബാധയാണോ, അതല്ല ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും വിഷയങ്ങളെ കൊണ്ട് സംഭവിച്ചതാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ പരിഹാരത്തിൻ്റെ ഭാഗത്തിലേക്ക് വരാൻ.